ഗൈസ്, എന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു അങ്കമാലി മാങ്ങാക്കറിയും കൂട്ടി ഊണ് കഴിക്കണം എന്നുള്ളത്. ഫൈനലി നമ്മൾ അങ്കമാലി മാങ്ങാക്കറിയും കൂട്ടി ഊണ് കഴിക്കാൻ വന്നേക്കുവാണ്. കാലടി വരെ ഓട്ടം പോയിട്ട് വരുന്ന വഴിക്ക് എയർപോർട്ടിന്റെ അടുത്ത് തനിമ റെസ്റ്റോറന്റ് എന്ന് പറയുന്ന ഒരു കടയിലാണ് ഞാൻ ഇത് കഴിക്കാൻ കയറിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ കുറെ നാളുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു ഈ ഒരു അങ്കമാലി മാങ്ങാക്കറിയും കൂട്ടി ഊണ് കഴിക്കണം എന്നുള്ളത്. കൂട്ടുകറിയായിട്ട് കായും പയറും ഇട്ട തോരനും ചമ്മന്തിയും സലാഡും അച്ചാറും പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതൊന്നും കഴിക്കാനല്ലല്ലോ വന്നത്. അങ്കമാലി മാങ്ങാക്കറി, അതാണ് നമ്മുടെ മെയിൻ. ആ കറി അങ്ങോട്ട് ആ ചൂട് ചോറിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ പപ്പടവും കൂടെ എടുത്ത് അതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചൊരു വായെടുത്ത് കഴിക്കണം. സത്യം പറയാലോ, അങ്കമാലി മാങ്ങാക്കറി എന്ന് പറയുന്നത് അതൊരൊന്നൊന്നര സാധനം തന്നെയായിരുന്നു. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്പെഷ്യലായിട്ട് മീൻ ഫ്രൈ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ അതല്ലല്ലോ അതിന്റെ ഒരു കോമ്പിനേഷൻ. അങ്കമാലി മാങ്ങാക്കറിയും ബീഫ് കറിയും, അതാണല്ലോ അതിന്റെ കോമ്പിനേഷൻ. ആഹാ, അന്തസ്. നല്ല പൂ പോലെ വെന്തിരിക്കുന്ന ആ ബീഫ് കറിയും ആ മാങ്ങാക്കറിയും ആ പപ്പടം എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിച്ചപ്പോ ഉണ്ടല്ലോ, എന്റെ മോനെ കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. കുഴിമന്തി അൽഫാമും മാത്രമൊന്നുമല്ല മക്കളെ, ഈ ഒരു കോമ്പിനേഷനും കഴിച്ചു നോക്കണം. വേറെ ലെവൽ ടേസ്റ്റ് ആണ്. എടുത്തു പറയേണ്ടതുണ്ടല്ലോ, ആ ബീഫ് ഉണ്ടല്ലോ നന്നായിട്ട് വെന്ത് പൂ പോലിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഈ ഒരു അങ്കമാലി മാങ്ങാക്കറിയും ബീഫ് കറിയും കൂടെ കോമ്പിനേഷൻ ആയിട്ട് കഴിച്ചിട്ടുള്ളവർ അഭിപ്രായം ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കണം. വലിയ വലിയ കടകൾ തേടി പോകാതെ ഇതുപോലുള്ള കുഞ്ഞു കടകളിൽ കയറി ഭക്ഷണം കഴിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഈ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എയർപോർട്ടിൽ നിന്ന് കാലടിക്ക് പോകുന്ന വഴിക്കാണ്.